Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. അതെ, ഇന്നും നോൺ വെജ് ആണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എന്നും വന്നേച്ച് ഒരു ജാമ്യം എടുത്തേച്ച് വെജിറ്റേറിയൻകാർക്ക് വിഷമാന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എന്നാ ചെയ്യാനല്ലേ? പ്ലീസ് കോംപ്രമൈസ് ആണ് ഈ കാര്യങ്ങളിലൊക്കെ. എല്ലാ ദിവസവും നോൺ വെജ് ചെയ്യുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ഗസ്റ്റിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ. അപ്പോൾ പിന്നെ നമ്മളോട് വിളിച്ചു പറയുമ്പോൾ നമ്മളില്ല ഇതേ തരത്തുള്ളൂ പറയാൻ ഒക്കുമോ? അതൊക്കത്തില്ല. അന്നേരം പിന്നെ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ളതല്ലേ ഉണ്ടാക്കി കൊടുക്കാൻ ഒക്കുന്നേ. ചെയ്യാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റാണ്. ഇനി ഒരു കാര്യം പറയാം, ഈ ചിക്കൻ റോസ്റ്റിൻ്റെ സെയിം സാധനം വെച്ചിട്ട് നമുക്ക് പനീർ ചെയ്യാം, ടോഫൂല് ചെയ്യാം, സോയാ ചങ്ക്സിൽ ചെയ്യാം. ഇതിനകത്ത് നോൺ വെജേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. വെജിറ്റേറിയനിലും ഈ സെയിം റെസിപ്പി വെച്ച്, സെയിം പ്രൊസീജിയേഴ്സ് വെച്ച്, സെയിം ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇന്ന് നോൺ വെജ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് എന്നാ വെച്ചാൽ എൻ്റെ ചിക്കൻ റോസ്റ്റിന് വലിയ മെനക്കേടൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയുള്ളൂ. അതിന് വേണ്ടിയത് ഈ പറഞ്ഞ പോലെ കുറച്ച് നാരങ്ങാനീര്, പിന്നെ ഉള്ളത് ഉപ്പ്, ഇത് പിന്നെ പറയണ്ട അറിയാം. പിന്നെ ഉള്ളത് കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടത്. ഇത് ഞാൻ സാധാ മുളക് പൊടി എരിവ് ഇഷ്ടമാണെങ്കിൽ ഇത് എടുത്തോട്ടോ, 50-50 ബേസിസ് എടുക്കാം. പിന്നെ ഉള്ളത് കുറച്ച് കുരുമുളക, പിന്നെ ഉള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ വീട്ടിൽ സ്ഥിരം ചെയ്യുന്ന സാധനം തന്നെയാണ്, പക്ഷെ എന്നാലും ഒന്നുകൂടെ പറഞ്ഞേക്കാവുന്നേ. പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞതോ ചതച്ചതോ അരച്ചതോ ഏതായാലും മതി. അതേപോലെ കുറച്ച് വെളുത്തുള്ളി, 1 കിലോയ്ക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും, ഇതാ കണക്ക്. പിന്നെ പച്ചമുളക് ഒരു 3-4 എണ്ണം വേണം. ഇത് ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നതിനാന്ന് വെച്ചാൽ ഗ്രേവി എപ്പോഴും ഒരു എന്താ പറയുക, ചാറല്ല പെരണ്ടെടുക്കാനുള്ളതല്ലേ, അന്നേരമാണ്. പിന്നെ 1 കിലോ കോഴിക്ക് മീഡിയം സൈസ് സവാളയാന്നേൽ 4 എണ്ണവാ കണക്ക്, വലുതാന്നേൽ 2 എണ്ണം. തക്കാളിയും അതേപോലത്തെ അളവാണ് വേണ്ടത്. പക്ഷേ ഇപ്രാവശ്യം ഒരൊറ്റ വലിയ തക്കാളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി ഇതൊരു നാടൻ റെസിപ്പി ആട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊക്കെ പഠിപ്പിച്ചത് അമ്മ തന്നെയാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല. തക്കാളി കുറച്ച് തന്നെയെന്ന് വെച്ചാൽ അമ്മ എപ്പോഴും പറയും, നമ്മൾ റോസ്റ്റ് വയ്ക്കുമ്പോഴത്തേന് ചിലർ വിനാഗിരി ചേർക്കും, ചിലർ തൈര് ചേർക്കും. പക്ഷെ അമ്മ ഒരു പ്രാവശ്യം ഇത് നമ്മുടെ വാളംപുളിയില്ലേ, അതായത് സാമ്പാറിനൊക്കെ എടുക്കുന്നത്, ആ പുളി ഒരു 2 സ്പൂൺ ഒഴിച്ചേച്ചായ ചിക്കൻ റോസ്റ്റ് വെച്ചത്. ഇതിപ്പോൾ വാളംപുളി ചേർക്കാത്ത ഇപ്പോഴത്തെ ചിലർ ഈ പറഞ്ഞ പോലെ വിനാഗിരി, തൈര്, ടൊമാറ്റോ സോസ് ഇതൊക്കെ ചേർക്കും. ഇതൊക്കെ നമ്മുടെ ഓരോ ഓപ്ഷൻസാണ്. പുളി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അല്ലേ. അപ്പോൾ അതിന് ആദ്യമുള്ള പരിപാടി ചെയ്യട്ടെ. ആദ്യം തന്നെ സ്റ്റാർട്ടിങ് വിത്ത് മഞ്ഞൾപ്പൊടി. അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് പൊടി, നമ്മുടെ എരിവ് അനുസരിച്ചാണ്. ഇച്ചിരി റോസ്റ്റിന് കുരുമുളക് മുന്നേ നിന്നാൽ നല്ലതാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് അത് കഴിഞ്ഞ് കുറച്ച് നാരങ്ങാനീര്. ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നാരങ്ങാനീര്. ഇച്ചിരി ഉപ്പൊക്കെ എന്തായാലും സ്പൂൺ കൊണ്ടൊന്നിട്ടാലൊന്നും പറ്റിയില്ല. ഇതൊന്ന് നല്ലതായിട്ട് തിരുമ്മി ചിക്കനിനകത്തോട്ട്, ഇതൊരു തിരുമ്മി 1 മണിക്കൂർ വെക്കുകയോ അല്ലെങ്കിൽ തലേന്നൊന്ന് പെരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയോ ഒക്കെ ചെയ്യുവാന്നേൽ കുറച്ചുകൂടെ നല്ലതാട്ടോ. പക്ഷെ എന്നാ ചെയ്യാനാ, നമുക്കിവിടെ ആന്നേൽ നേരവും ഇല്ല. ചിക്കനൊട്ട് മാരിനേറ്റ് ആവുകയും വേണം, ഉണ്ടാക്കുന്ന കറിക്കൊട്ട് രുചിയും വേണം. ആൾക്കാരെയും വിളിച്ചു വരുത്തിയേച്ച് എന്നേലൊരു കറി കൊടുത്താലും പോരല്ലോ. പക്ഷെ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യും, ഇപ്പം പെരട്ടി വെച്ചിട്ട് ഇപ്പം തന്നെ വറുത്തെടുക്കും. ചിക്കനെ പിടിക്കുമെന്ന് ചോദിച്ചാൽ മസാലയൊക്കെ നല്ലോണം പിടിക്കും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഗ്രേവി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആ മസാല എല്ലാം ചേർക്കുമ്പോൾ നല്ലോണം ചേരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറച്ചിയിൽ മുഴുവൻ ആ മാരിനേഷൻ ആയോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പെരട്ടിയത് നമ്മൾ കണ്ടല്ലോ, ഉള്ള നേരെ പറയുന്നോണം പറയുകയല്ല. പക്ഷേ നമുക്ക് ആ അരപ്പ് പിടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഗ്രേവി ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. ഫസ്റ്റ് അതിനൊരു പരിപാടി ഉണ്ട്, എന്നാണെന്നറിയോ,
ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അത് വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം നമുക്ക് വെളിച്ചെണ്ണ മതിയേ, അല്ലാതെ ഇനിയിപ്പോൾ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ചെയ്യാം കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആരോഗ്യത്തിന് ഡോക്ടർ എന്നാ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ നാടൻ വിഭവം ആയതുകൊണ്ട് എനിക്കിഷ്ടം വെളിച്ചെണ്ണയാണ്. ഓക്കെ, മീൻ വറുക്കാൻ ഇടുന്ന പോലെ തന്നെ കറിവേപ്പില ഇട്ടേച്ച് നമുക്കിത് വറുക്കാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്പം സാധായിട്ട് വറുക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഗ്രേവി ഉണ്ടാക്കുമ്പോഴത്തേനുണ്ടല്ലോ ഇഷ്ടംപോലെ കറിവേപ്പില നമുക്കിടാം. എണ്ണ ചെറിയ ചൂടായിട്ടുണ്ട്, പക്ഷെ ഞാൻ ചിക്കൻ ഇടുക. കാര്യം എന്നാന്നറിയോ, എങ്ങാനും അത് ഒന്ന് എന്താ പറയുക വെള്ളമയോ ഒക്കെ ഉണ്ടെങ്കിൽ മെനക്കേടാ. ഇത് ചിക്കൻ വേവാനായിട്ടുള്ള സമയമൊന്നും കൊടുക്കണ്ട, ഒന്ന് മൊരിഞ്ഞു വന്നാൽ മതി. ഞാൻ ദേ പറഞ്ഞ പോലെ ഒരു ഹാഫ് കുക്കല്ല, ചിക്കൻ വറുക്കുമ്പോൾ കുറച്ച് ഫുള്ളായിട്ട് കുക്കാവും ഓൾമോസ്റ്റ്. എന്നാൽ ഫുള്ളാന്ന് ഞാൻ പറയത്തൂല, ബാക്കി എണ്ണ ചീനച്ചട്ടി തന്നെ ഉണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മൾ സ്ഥിരം ഇടുന്ന സാധനങ്ങളെല്ലാം ഇടാൻ പോവാ. ഫസ്റ്റ് കുറച്ച് ഇഞ്ചി, പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്. ഇതെല്ലാം ഒന്ന് മൂക്കട്ടെ. ഒരുപാടങ്ങ് മൂത്ത് മൊരിഞ്ഞ് അങ്ങനെയൊന്നും ആവണ്ട, ഒന്ന് വാടിക്കഴിയണം. പക്ഷേ എണ്ണ നല്ല ചൂടായി കിടക്കുന്നത് കൊണ്ടും പെട്ടെന്ന് മൊരിയാനുള്ള താമസം ഇല്ലാത്തത് കൊണ്ടും നമുക്കൊരു കാര്യം ചെയ്യാം, ഈ അരിഞ്ഞ സവാളയും കൂടെ ഇതിനകത്തോട്ട് അങ്ങിടാവേ. ഇറച്ചിക്കകത്ത് ഉപ്പിട്ടതാണ്, പക്ഷെ എന്നാലും സവാളക്കകത്ത് കുറച്ച് ഒന്ന് വാടാൻ വേണ്ടി ഇച്ചിരി ഉപ്പിടാം. എപ്പോഴും ഇടരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ നമ്മളിത് ശീലമായിപ്പോയി, പെട്ടെന്ന് കറി ആവാനും വേണ്ടിയിട്ട് ഇടുന്ന കേട്ടോ. വീട്ടിലാന്നേ നമ്മളാരും അങ്ങനെ ചെയ്യരുത്. ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതെല്ലാം മൂക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യാൻ ആ ഒരു മണം നമുക്ക് കിട്ടുമ്പോഴത്തേ തന്നെ എനിക്കെന്നല്ല, പാചകം ഇഷ്ടപ്പെടുന്ന മിക്കവർക്കും ഈ ഒരു മണം ഒരു എന്താ പറയുക നല്ലൊരു ഇഷ്ടമുള്ളൊരു മണമാണ്. അപ്പം എന്നാ ചെയ്യുന്നത്, നമ്മൾ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇതിനകത്തോട്ടിടണം. ഞാൻ കറിവേപ്പില ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് അങ്ങ് ഇടുകയില്ല, പറ്റത്തില്ല. ഞാനതൊരു ഇച്ചിരി ഇച്ചിരി ആയിട്ട് ഇടത്തോളേ. ഉള്ളി ഒരു ഇച്ചിരി നല്ല മൂത്ത് കഴിയട്ടെ, അത് കഴിച്ച് ബാക്കി ചേർക്കാം. നമ്മൾ ഈ മഞ്ഞപ്പൊടി, മുളക് പൊടി എല്ലാം ചിക്കനെ ചേർത്തിട്ടുണ്ട്, പക്ഷെ എന്നാൽ അരപ്പിനകത്ത് ഒരു ഇച്ചിരി ചേർക്കണം കേട്ടോ. ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ എന്ന് പറയുന്നത് പുളിവെള്ളം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു വേറെ ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പുളിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാമല്ലോ, അതിന്റെ ഒരു ടേസ്റ്റ് വരുമില്ലെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു പക്ക നാടൻ ടേസ്റ്റാണ്. ഉള്ളി ഒരു ഏകദേശം നല്ലോണം വാടിയിട്ടുണ്ട്. അത് ആ കുഴഞ്ഞു വരുന്നത് തന്നെ നമുക്ക് ഇത് മറ്റേ എന്താ പറയാ ബിരിയാണിക്ക് വറക്കുന്ന പോലെ അങ്ങ് മുരിഞ്ഞല്ല വരുന്നേ. ഇതൊന്ന് എന്താ പറയാ കാരമലൈസ് ആയി വരുവല്ലേ എന്ന് പറഞ്ഞ പോലെയാ. ഒരു ഇച്ചിരി കൂടി ഒന്ന് ബ്രൗൺ ആയിക്കോട്ടെ. അത് കഴിഞ്ഞേച്ച് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു മയവില്ലേ, ആ സമയം ഒരു വെള്ളം പോലെ ആവുമല്ലോ, ആ സമയത്ത് നമ്മൾ പൊടി ചേർത്താൽ മതി. പൊടി ചേർക്കുമ്പോഴത്തേനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ തക്കാളിയുടെ വെള്ളം മതി ആ പൊടി ഒന്ന് മൂത്ത് വേവാനായിട്ട്. പൊടി മൂക്കണം എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ എണ്ണയിൽ മൂപ്പിക്കുന്ന പോലെ ആവണം. പക്ഷെ ഒന്നെങ്കിൽ പൊടി ഇട്ടൊന്ന് മൂത്തതിന് ശേഷം തക്കാളി ഇടാം, അല്ലെങ്കിൽ തക്കാളി ഇട്ട് അതിൻ്റെ ആ ഒരു വെള്ളമയവില്ലേ, ആ വെള്ളമയത്തിൽ ഇതൊന്ന് വെന്ത് മൂത്ത് വരുന്ന ഒരു സമയം കൊടുക്കാം. രണ്ടായാലും ഒരേ സമയം എടുക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഇച്ചിരി പൊടി അങ്ങ് ചേർക്കുക. ആദ്യം ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, ചിക്കനിൽ തിരുമ്മിയപ്പോൾ ചേർത്തായിരുന്നു. കുറച്ച് മുളക് പൊടി, ചിക്കനിലുള്ളത് കൊണ്ട് ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഉള്ളത് കുറച്ച് മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണോളവും ചേർക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ജീരകവും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ലതാട്ടോ. അതായത് പെരിഞ്ജീരകമല്ല, പെരിഞ്ജീരകപ്പൊടി. ഓക്കെ, ഇതിനകത്തോട്ട് നമ്മൾ ആ തക്കാളിയും കൂടി ഇടുക.
വെള്ളം പോരാൻ തോന്നുവാണെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഉള്ള എണ്ണ, നമ്മുടെ ആരോഗ്യം എന്നൊരു സാധനം മുൻഗണന കൊടുക്കണമല്ലോ. അപ്പം എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചേച്ച് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്താലും മതി. ഇപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം ഒഴിക്കാൻ പോവാം. കാര്യം എന്നാന്നറിയാം, നിങ്ങൾ തന്നെ ചീനച്ചട്ടിയിലൊന്ന് നോക്കി, ഈ സൈഡേലൊക്കെ മുരിഞ്ഞു വരുന്നുണ്ടോ? അങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ പിന്നെ അത് കരിയായി മാറും. നമ്മൾ ചേർത്ത എണ്ണ, ഈ വെള്ളം ഒഴിക്കുമ്പോണ്ടല്ലോ, നമ്മൾ നേരത്തെ ചേർത്ത എണ്ണയാണെങ്കിൽ തെളിഞ്ഞു വരും. മാത്രമല്ല ഈ പറഞ്ഞ പോലെ പൊടി ഒന്ന് വേവുകയും ചെയ്യും. നമ്മൾ പൊടി ആദ്യം ഇട്ടുകൊണ്ട് ഒന്ന് മൂക്കുകയും ചെയ്യും. എല്ലാ പ്രോസസ്സും നമ്മൾ ഒരിച്ചിരി ക്ഷമയുണ്ടെങ്കിൽ ഉണ്ടല്ലോ പതുക്കെ ആയി കിട്ടും. ഇനി ഈ വെള്ളം ഒന്നും പറ്റി ആ ടൊമാറ്റോ ഒന്ന് ഉടഞ്ഞു വന്ന് ആ എണ്ണയൊന്ന് തെളിയുവാണെങ്കിൽ നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇടുന്നതിന് മുമ്പ് നമ്മുടെ സ്റ്റാർ ഓഫ് ദ എന്താ പറയുക ഇൻഗ്രീഡിയൻറ്റ് ചെയ്യണ്ടേ, ആ പുളിവെള്ളം ഒഴിക്കാതെ ഒന്നും പറ്റില്ല. കുരുമുളക് പൊടി നമ്മൾ ഇടുന്നത് നമ്മുടെ ഇഷ്ടത്തിനാട്ടോ. മുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് മുളക് പൊടിയുടെ. സാധാരണഗതിയിൽ ചിക്കൻ റോസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കിഷ്ടം പെപ്പർ മുമ്പ് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം, മുളക് പൊടിയെക്കാട്ടിലും. പക്ഷെ ചിലർക്ക് ഇഷ്ടം പച്ചമുളക് മുന്നേ നിൽക്കുന്ന ഇഷ്ടം. ഓക്കെ, ഇപ്പൊ നമ്മുടെ തന്നെ ഞാൻ ഒഴിച്ച വെള്ളം ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ ഒരു ടൊമാറ്റോ ഉണ്ടല്ലോ, അത് നല്ല ഉടഞ്ഞ് ആ ഒരു ഗ്രേവി ഒരു എന്നാ പറയാ ഒരു തിക്ക് പരുവാവുമല്ലേ എന്ന് പറഞ്ഞ പോലെ ആയി തുടങ്ങി. ഇനി വലിയ താമസം ഇല്ലാതെ തന്നെ ആ എണ്ണ ഒന്ന് തെളിഞ്ഞു തുടങ്ങും. ഇപ്പം തെളിഞ്ഞു തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ തുടങ്ങി. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ആ സൈഡൊക്കെ കാണുമ്പോൾ അറിയാം അത് തെളിഞ്ഞു തുടങ്ങി. അപ്പം നമ്മുടെ ചേർത്ത പൊടികളുടെയും എല്ലാം ഒരു പച്ചച്ചൊവയുണ്ടല്ലോ അതങ്ങ് മാറിയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ പുളിവെള്ളം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾ ചേർക്കാം. സോസ്, ടൊമാറ്റോ സോസ്, വിനീഗർ ചേർക്കാം, തൈര് ചേർക്കാം, നാരങ്ങാ നീര് കുറച്ചുകൂടെ ചേർക്കാം, ഏത് വേണേലും. പക്ഷേ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു തരുമ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ സാധനം തന്നെ പറയണമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് പുളി, ഇത് ടീസ്പൂൺ കണക്കിന് 2 സ്പൂൺ പുളിയേ വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക. ഇളക്കുന്നതിന് മുന്നേ ഞാൻ അതിന്റെ മുന്നേ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടേച്ചിളക്കാം. ചിക്കനേന്ന് ഇനി അധികം വെള്ളം ഊറാനില്ല. അപ്പൊ എന്നാ ചെയ്യണം, നമ്മൾ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് വേണം ചിക്കൻ ആ അരപ്പൊന്ന് മൊത്തം ആ ചിക്കനിൽ പിടിക്കണ്ടായോ, അതിനുള്ള ഒരു ഗ്യാപ്പ് അതിന് കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക. ഉപ്പെല്ലാം ചിക്കൻ വെന്ത് പെരണ്ട് വന്നതിന് ശേഷം നോക്കിയാൽ മതി. പല ഘട്ടങ്ങളായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഉപ്പിട്ടതാ, അതുകൊണ്ട് ഇനി നോക്കിയേച്ച് ചേർത്താൽ മതിയേ. ഇപ്പോൾ ഉപ്പ്, എരിവ്, പുളി, എന്നെ സംബന്ധിച്ച് എരിവ് എന്ന് പറയുന്നത് പെപ്പറാണ് ഏറ്റവും ഫ്രണ്ടില്. ഇതിങ്ങനെ അടച്ചിട്ടാ പോരല്ലോ, നമ്മുടെ നാടൻ ഫ്ലേവറിന്റെ ഒരു മണവും കൂടെ ഒന്ന് വരണ്ടേ. അത് ഒരു തണ്ട് പറ്റിയാല 2 തണ്ടും പറ്റത്തില്ല. ഇതിനൊരളവില്ല എനിക്ക്. പക്ഷെ ഇതിൻ്റെ ഒരു മണമുണ്ടല്ലോ, നമ്മൾ നാടൻ ഭക്ഷണം വെക്കുമ്പോൾ കറിവേപ്പില ചേർക്കുന്നതിനുള്ള ഒരു ഗുണവും അത് മാത്രമല്ല അതിൻ്റെ ഫ്ലേവറും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനി എൻ്റെ ഏറ്റക്കുറച്ചിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ അരപ്പെല്ലാം ഒന്ന് പിടിച്ചേച്ച് നമുക്ക് നോക്കിയാൽ മതി. പക്ഷെ അതിന് മുമ്പ് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് ആരാന്ന് ഞാൻ പറയാം. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന വേറെ ആരുമല്ല, എന്നെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പരിചയം എൻ്റെ പ്രേക്ഷകർക്കായിരിക്കും. വേറെ ആരുമല്ല, നിഷ റാഫേലാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് പല റീൽസിലൂടെയും ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തായാലും ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് അറിവുകളും എനിക്ക് നേടാനുണ്ട്. അപ്പം നമുക്കൊന്ന് നേരിട്ട് കാണാം, സംസാരിക്കാം, അറിവുകൾ നേടാം. ഇങ്ങനെ അറിവുകൾ നേടാൻ ആനീസ് കിച്ചണിലൂടെ മാത്രമേ പറ്റുള്ളൂ എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അടുക്കള വൃത്തിയാക്കിയിട്ട് മാത്രമേ അറിവുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പറയുന്ന അറിവുകളൊന്നും എൻ്റെ തലയിൽ കയറാൻ പോകുന്നില്ല. അടുക്കള മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാം.
നമസ്തേ. നമ്മൾ തമ്മിൽ മീറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. അതെ, നിഷ അല്ലേ? പക്ഷെ ഞാൻ നിഷ എന്നൊന്നും വിളിക്കുവേല, നമുക്ക് ഇരുന്നേച്ച് വർത്താനം പറയാം. ആയിക്കോട്ടെ. ഞാൻ നിഷ എന്ന് വിളിക്കുവേല. ഐ നോ യുവർ നെയിം ഇസ് നിഷ റാഫേൽ, ബട്ട് സ്റ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓമനത്വമായിട്ട് തോന്നുന്നതെന്നറിയോ, നിഷ ടീച്ചറെ വിളിക്കുന്ന ഏറ്റവും സന്തോഷം. ഞാനിങ്ങനെ കൊതിയോടുകൂടി നോക്കിയിരിക്കുക. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മഴയത്ത് മുമ്പേ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. അതിൽ മറ്റേ ചിച്ച ചിച്ച പാട്ടിലൊക്കെ ഉള്ള ഒരു ബബ്ലി ബബ്ലി നോട്ടി നോട്ടിനെസ്സിന് ഇപ്പോഴും കുറവൊന്നുമില്ല. ആ നോട്ടിനെസ് ഞാൻ മാറിയ പിന്നെ ആനി അല്ലേ. പക്ഷെ എനിക്ക് ടീച്ചറിനോടുള്ളൊരു ഇഷ്ടം എന്നാന്നറിയോ, ടീച്ചറിന്റെ ഒത്തിരി റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ടീച്ചർ ഭയങ്കര ബോൾഡായിട്ടാണ് വർത്താനം പറയുന്നത്. നോട്ട് ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് ദ ഫോർ സൈഡ് ഒന്നുമില്ല. പക്ഷെ ഈ ബോൾഡ്നെസ് ഭയങ്കര കൊച്ചുനാൾ മൂലേ ഉണ്ടോ? ചെറുപ്പം തൊട്ടേ ഉണ്ട്. ആണോ? ആ ചെറുപ്പം തൊട്ടേ ഉണ്ടായതുകൊണ്ട് കുറെ പ്രശ്നങ്ങളും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലെല്ലാവരും ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു അവാർഡ് പടം പോലെ ഞാൻ മാത്രമാണ് അവിടെ ഇങ്ങനെ ഒരു പാട്ടുപെട്ടി പോലെ, ഇങ്ങനെ പാട്ടുപെട്ടിയാണോ എന്ത് പെട്ടിയാണെന്നുള്ളത് അറിയില്ല, ബ്ലാ 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 എന്നുള്ള വർത്താനമാണ് എനിക്ക്. ബാക്കിയുള്ളവരൊക്കെ അപ്പനും അമ്മയും അനിയനും അനിയത്തിയാണ്, അവരൊന്നും ഒന്നും മിണ്ടില്ല. അപ്പൊ ഞാൻ അവിടെ ഒരു ഓഡ് വൺ ഔട്ടാ. ഭയങ്കര പ്രശ്നമില്ല. നമ്മൾ ഒറ്റ ഒരാളെ മധ്യത്തിൽ എല്ലാവർക്കും വേണ്ടി വർത്താനം. അഹങ്കാരി, താന്തോന്നി, അലവലാതി, അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ വർത്താനം പറഞ്ഞാലോ. വർത്താനം എന്നല്ല, ആനി ചേച്ചി പറയണ പോലത്തെ വർത്താനല്ലോ പറയാ. സത്യങ്ങൾ മുഖത്ത് നോക്കി മുഖത്തടിച്ച പോലെ പറയും. ചെറുപ്പത്തിൽ പണ്ട് മുതലേ പറയും. ഞാൻ തീരെ ചെറുപ്പത്തിലെ സംസാരം തുടങ്ങിയെന്നാ പറയണേ. ആക്ച്വലി ഇങ്ങനെ നമ്മൾ എന്നതേലും ഒരു കാര്യം മോത്തടിച്ചു പറയരുത് എന്നൊക്കെയാണല്ലോ നമ്മുടെ അപ്പനും കൊച്ചുങ്ങളായ അച്ചടക്കം വേണം. അത് മാറി മോത്ത് നോക്കി ഒന്നും പറയരുത്, പറയേണ്ട കാര്യം പറയാം, പക്ഷെ ഇൻ എ ഗുഡ് വേ. അവർക്കൊന്നും ഫീൽ ചെയ്യാൻ പാടില്ല. ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, നമ്മൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് എത്ര കാലം ജീവിക്കും? ഇപ്പൊ ഞാൻ പറയട്ടെ, ചില ആളുകളുണ്ട് എപ്പോഴും അവർ മലയാളം മാത്രം സംസാരിക്കുന്നവരായിരിക്കും, പക്ഷെ പുറമേന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അങ്ങനെ കുറെ ഇംഗ്ലീഷ് പറയുന്ന ആളുകളില്ലേ, അവരെ പെട്ടെന്ന് ഒരു പാമ്പ് വന്നു കഴിഞ്ഞാൽ അമ്മേ എന്റെ അമ്മച്ചി എന്ന് വിളിച്ചു പറയില്ലേ? എന്തുകൊണ്ടാ? റിയൽ സെൽഫിനെ നമ്മൾ അവിടെ ഫേക്ക് ചെയ്യണം അതുവരെ. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താ സംഭവം എന്നറിയാമോ? എന്റെ ഈ റീൽസ് ഒക്കെ പലരും എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. എന്താ, അവർക്കൊക്കെ അത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആ മുഖം മൂടി പൊളിയല്ലോ. ആ സത്യം. അപ്പൊ അത് പറയാൻ പറ്റില്ല. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ഒരു നല്ല കുട്ടി ഇമേജ് ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെ ഒരു നല്ല കുട്ടി ഇമേജ് ഒന്നുമില്ല, എനിക്കത് വേണ്ട. നല്ല കുട്ടി ഇമേജ് സാധാരണ നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നതും വളർത്തുന്നതും അങ്ങനെയാണല്ലോ. ഒരു പെൺകുട്ടി ആയാൽ ഒരു നല്ല, അതൊരു ചിറകരിയാനുള്ള രീതിയാണ് അല്ലെ? ചേച്ചിക്ക് എന്താ തോന്നുന്നത്? അത് നമ്മുടെ ചിറകരിയാനുള്ള ഒരു രീതിയാണ്. നല്ല കുട്ടി എന്താ? നല്ല കുട്ടി ചേച്ചിയുടെ അഭിപ്രായത്തിൽ എന്താ നല്ല കുട്ടി? അല്ല, നല്ല കുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ബേസ് ഒരു ഫൗണ്ടേഷൻ വേണം. ഒരു ഫൗണ്ടേഷൻ ഇല്ലാതെ ഒരു വീട് പോലും നമുക്ക് കെട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഒരു ഫൗണ്ടേഷൻ മാത്രമാണ് അച്ഛനും അമ്മയും നമുക്ക് തരുന്നത്. അതിൽ നിന്ന് നമുക്ക് വീട് എങ്ങനെ പണിതണം എന്നുള്ള നമ്മുടെ അതൊക്കെ. ഫൗണ്ടേഷനെ ഞാൻ ചോദിച്ചു, പക്ഷെ നമുക്ക് ശരി തെറ്റ് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം വേണ്ടേ? ഡെഫിനറ്റ്ലി. പക്ഷെ അതിനൊരു പ്രായമുണ്ട്. ഇപ്പം ടീച്ചർ പറഞ്ഞ പോലെ ഫ്രം ദ വെരി സ്മോൾ ഏജ് ടീച്ചർ ഇങ്ങനെ പറയും. സ്മോൾ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ്, അത് അത്ര ചെറിയ സ്മോൾ ഏജ് അല്ല, ഒരു 15 വയസ്സ്. 15 വയസ്സ് തീരെ കുട്ടിയാകുമ്പോഴേ എന്റെ സംസാരം കൂടുതലാണ്. അതായത് ഞാൻ സാധാരണ കുട്ടികൾക്ക് ഒരു 3-3.5 വയസ്സാകുമ്പോഴേ സംസാരിച്ചു തുടങ്ങാം. ഞാൻ ഒരു 2-2.5 വയസ്സായപ്പോഴേ വർത്താനം പറഞ്ഞു തുടങ്ങി. ഇത്ര അപ്പൊ സംസാരം അത് മുതലേ കൂടുതലായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ സത്യങ്ങൾ വിളിച്ചു പറയല് ഒരു ടീനേജ് ഒക്കെ ആയപ്പോഴാണ് കുറച്ച്, അതാ ഞാൻ പറഞ്ഞത്, അതിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആനി ചേച്ചി. അയ്യോ സത്യമായിട്ട് വഷളാക്കിയത് ഞാനല്ലേ. അപശ്രുതി ആ ക്യാരക്ടർ കൊച്ചുനാളിൽ അപ്പൊ സ്നേഹം ഒരുപാട് കുറച്ചാണോ? ഭയങ്കര കുറവാണ്. അതെന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാവർക്കും ഒരു വീട്ടില് കുട്ടികൾ ജനിക്കുമ്പോ മൂത്ത കുട്ടിക്കാണ് സ്നേഹം കൂടുതൽ, സ്നേഹം കൂടുന്നത്, പിന്നെ കിട്ടുന്നത് ഇളയതിനാണ് അല്ലെ? അപ്പൊ മൂത്തതിനെ കണ്ടിട്ടേ ഉള്ളൂ, നിന്നെ കണ്ടിട്ടേ ഉള്ളൂ ഞങ്ങൾ ഇതിനെ എന്നൊരു വർത്താനം പൊതുവെ. അതെ. പക്ഷെ എന്റെ വീട്ടിൽ എന്താ വെച്ചാൽ അനിയനും അനിയത്തിയും തമ്മിൽ അധികം വ്യത്യാസമില്ല, വയസ്സ് വ്യത്യാസമില്ല, 6 മാസത്തെ വ്യത്യാസമുള്ളൂ. അപ്പൊ ഈ 2 കുട്ടികളും താഴെ ഉള്ളതുകൊണ്ട് അമ്മ നോക്കുമ്പോ ഈ 3 കൂടി ഒന്നിച്ച് നോക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മ എന്നെ കൊണ്ടുപോയി അമ്മയുടെ വീട്ടിലാക്കി. അമ്മമ്മയുടെ അതൊരു സുവർണ കാലഘട്ടമായിരുന്നു. ഒരു 10 വയസ്സ് വരെ അമ്മാമ്മയുടെ ഒരു ചെല്ലക്കുട്ടിയായിട്ട് അവിടെ അങ്ങനെ, അവിടെ നല്ലൊരു അടിപൊളി ഒരു 10 വയസ്സ് വരെ ആയിരുന്നു എന്റെ ഒരു നല്ലൊരു ബാല്യകാലം. അമ്മാമ്മ കൂടെ ഉണ്ടായിരുന്ന സമയം നല്ല അടിപൊളി. പക്ഷെ ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ടീച്ചറെ, ഇപ്പൊ അമ്മ കൊണ്ടുപോയി നേരത്തെ അവിടെ ആക്കി എന്ന് പറഞ്ഞു, നമുക്ക് ഒരിക്കലും അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് അമ്മയ്ക്ക് 2 കുഞ്ഞുങ്ങള് പ്രായ വ്യത്യാസം ഇല്ലാതെ വളരുന്നത് കൊണ്ട് അമ്മയ്ക്ക് എല്ലാവരെയും കെയർ ചെയ്യാൻ പറ്റുന്നതിലെ കാട്ടിലും അമ്മയ്ക്ക് അമ്മയുടെ അമ്മയിൽ കോൺഫിഡൻസ്. അപ്പൊ എന്റെ കുഞ്ഞ് നല്ല സേഫ് ആണെന്നുള്ള രീതിയിൽ വളരെ നന്നായി ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ അമ്മാമ്മ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര നല്ല. അമ്മ സ്നേഹം പഠിപ്പിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്നേഹം പഠിപ്പിച്ചു ഡെഫിനറ്റ്ലി. പക്ഷെ അത് കഴിഞ്ഞ അമ്മാമ്മയൊക്കെ പോയി കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ അനിയനോ അനിയത്തിയൊന്നും എന്നെ സംബന്ധിച്ച് ആരാന്ന് എനിക്ക് ഒരു അറ്റാച്ച്മെന്റും ഇല്ല. അപ്പൊ ഞാൻ ആ അനീത്തിനെ ഒരു ശല്യെങ്കിലും പോട്ടെ എന്ന് വെച്ച് പശുവിന് ഇട്ട് കൊടുത്തു. അത് തിന്നില്ല ഭാഗ്യം. അതൊരു തെറ്റാ? തെറ്റല്ല, എന്റെ നമ്പരാണ്. അത് ആര് കണ്ടുപിടിച്ചു വന്നേച്ച്? അതെ, നല്ല അടി കിട്ടിയെന്ന്. അത് പിന്നെ അടി അർഹതപ്പെട്ട അടി ആയതുകൊണ്ട് അല്ല. ഞാനിപ്പോ ചോദിക്കട്ടെ, അറ്റ്ലീസ്റ്റ് ആ ടീച്ചറിന് ആ ഒരു മെന്റാലിറ്റി തോന്നാൻ കാരണം? എനിക്ക് അവരെ ഇഷ്ടമല്ലായിരുന്നു.
അവര് വന്നോണ്ടാണ് എന്റെ അഫെക്ഷൻ പോയെന്നുള്ള അല്ലല്ല, എന്നെ അമ്മാമ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന ആ ഒരു കലി ഉണ്ടല്ലോ, ആ ഒരു ദേഷ്യം, അതായത് അമ്മമ്മ വിട്ടു വന്നതിന്റെ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും തീർക്കണല്ലോ. ഇതിനെക്കാട്ടിൽ വർത്താനം പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ പോലും പറയാൻ മറന്നു കേട്ടോ. അവാർഡ് കിട്ടിയില്ലേ? ഇതൊക്കെ മറന്നോ? ഞങ്ങളൊക്കെ വെറും അടുക്കള നിൽക്കുന്ന ആൾക്കാരാ, നിങ്ങളൊക്കെ വെറും അവാർഡ് പോലെയല്ലോ. നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാന്നൊക്കെ പറയുമ്പോ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളോടൊക്കെ ഒരു ചമ്മന്തി ആയാലും അത് രുചിയോടെയും സ്നേഹത്തോടെയും. തീർച്ചയായും. ശരിക്കും ഈ ഒരു നിഷ ടീച്ചറിന് ഒരു 10th പഠിക്കുമ്പോഴല്ല, 10 വയസ്സിലാണ് തിരിച്ചു വന്നത്. അതെ 10 വയസ്സിൽ. അപ്പൊ ടീച്ചർ ഈ പറഞ്ഞ പോലെ ആ ദേഷ്യമാണോ, എന്നൊക്കെ ആ അമ്മാമ്മയുടെ നിന്ന് കൊണ്ടുവന്ന ഫ്രസ്ട്രേഷൻ ആണോ, അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാതെ അതിൽ തന്നെ അങ്ങ് വളരുമായിരുന്നു? പിന്നെ അവിടെ നിന്നോട്ട് ഭയങ്കര ദേഷ്യമായിരുന്നു അച്ഛനോടും അമ്മയോടും. അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലുള്ളവരൊന്നും ഒട്ടും അത് അവരുടെ ഒരു നേച്ചറാണ് അധികം സംസാരിക്കാത്തത്. അപ്പൊ ഞാൻ നോക്കുമ്പോ അമ്മയുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് 4 ബ്രദേഴ്സും ഒരു അനീത്തിയ. അപ്പൊ അവരുടെയൊക്കെ ഒരു ചെല്ലക്കുട്ടിയായിട്ട് വളർന്നിട്ട് ഒരു പ്രിയദർശൻ സിനിമയിൽ നിന്ന് പെട്ടെന്ന് ഒരു ഷാജി കൈലാസ് ചിത്രത്തിലേക്ക് വന്ന പോലെ അടിയിടി കുത്ത്. അയ്യോ, പിന്നെന്താ വെച്ചാൽ ഞാനപ്പോ സംസാരിക്കാനും ആരും ഇല്ലാതാവുമ്പോ എപ്പോഴും ഇരുന്ന് പഠിക്കും, എപ്പോഴും നമ്മുടെ റൂം ക്ലോസ് ചെയ്തിരുന്ന് പഠിക്കും. അങ്ങനെ ആ ഒരു ടെൻഷൻ മുഴുവൻ പഠിപ്പിലോട്ട് മാറ്റി. അങ്ങനെ 10ാം ക്ലാസ്സിൽ ഡിസ്ട്രിക്ഷൻ ഒക്കെ വാങ്ങി. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നെ ഇപ്പൊ പഠിപ്പിച്ച് എഞ്ചിനീയറും ഡോക്ടറും ആക്കുന്നു. അപ്പോഴാണ് ട്വിസ്റ്റ്, എന്നെ നേരെ പിടിച്ച് 3rd ഗ്രൂപ്പിൽ ചേർത്തി. അത് ടീച്ചറിന്റെ ഇഷ്ടത്തിലല്ല. 3rd ഗ്രൂപ്പ് അല്ലല്ലോ, നമ്മൾ എഞ്ചിനീയർ ആവാൻ 1st ഗ്രൂപ്പ് എടുക്കാനാണ് പഠിച്ച് മാർക്ക് വാങ്ങിയത്. അത് സെന്റ് മേരീസിൽ നിന്ന് പപ്പ പേരൊക്കെ വെട്ടി 3rd ഗ്രൂപ്പിലേക്ക് ആക്കി. 18 വയസ്സാകുമ്പോൾ കെട്ടിച്ചുവിടാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്റെ ദേഷ്യം ഇരട്ടിക്കല്ലേ ചെയ്യുള്ളൂ. കറക്റ്റ്. അതായത് അവരൊരു പഴയ യാഥാസ്ഥിക ചിന്ത. അതിപ്പോ നമുക്കത് ബ്രേക്ക് ചെയ്ത് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു. ഇപ്പൊ അനുശേഷിയുടെ മുന്നിൽ വന്നിരിക്കുന്നു. വെരി ഗുഡ്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ടീച്ചർ ഇപ്പൊ ചെയ്യുന്ന റീൽസ് ഒക്കെ ഭയങ്കര ബോൾഡായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു. അത് ശരിക്കും ആ റീൽസ് ഉണ്ടാവുന്ന എങ്ങനെയാ? കണ്ടന്റ് ഉണ്ടാവുന്നത് ത്രൂ ലൈഫ് എക്സ്പീരിയൻസ് ആണോ, അതോ നമുക്ക് സൊസൈറ്റിയിലേക്ക് ഒരു മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല? എന്റെ ലൈഫ് എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അതിൽ പറയുന്നത്, അല്ലാതെ കാണാതെ പഠിച്ച് ഒരു സംഭവം അതിൽ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചധികം ഒരു ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് ഞാൻ കടന്നു വന്നത്. അതായത് സ്നേഹം കിട്ടാത്തതാണ് എന്റെ മെയിൻ പ്രശ്നം. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്നേഹം കിട്ടാത്ത, സ്നേഹങ്ങൾ കിട്ടുന്നുണ്ട്. എന്താണ് ഈ ഉദ്ദേശിക്കുന്ന സ്നേഹം? കെയറിങ്. എനിക്ക് ഞാനായിട്ടിരിക്കണം. അത് ഞാൻ എപ്പോഴും ഒരു 10 വയസ്സുകാരിയിൽ സ്റ്റക്കാണ് ചേച്ചി. അവിടുന്ന് വളർന്നില്ല. നമ്മളൊരു കുട്ടിയായിട്ട് കാണുന്ന, അതാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. നമ്മളെപ്പോഴും കെയർ ചെയ്യുന്ന, അതായത് നമുക്ക് എന്തും ചെയ്യാം, അതായത് ഫ്രീഡം. അപ്പൊ അത് കിട്ടാതാവുമ്പോ നമുക്ക് ആരൊക്കെയാണോ നമ്മളെ നോ എന്ന് പറയുമ്പോ why should boys have all the fun? ആ ഒരു ചിന്തയാണ്. എനിക്കും ചെയ്യണം, ഞാനും ചെയ്യും. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, ഈ മറ്റേ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ചില സാധനങ്ങൾ വേണ്ടി നിലത്ത് കിടന്ന് ഉരുളെന്ന് കണ്ടിട്ടില്ലേ? ആ ഉരുളുന്ന കുട്ടീനെ ഒന്ന് സ്നേഹത്തോടു കൂടി പിടിച്ച് അടുത്തോട്ട് വിളിച്ചിട്ട്, കുട്ടാ അമ്മയുടെ കയ്യിൽ കാശിലടാ, അടുത്ത തവണ വാങ്ങിത്തരാന്ന് പറഞ്ഞോക്കെ എന്ത് സ്നേഹമായിട്ട് ആ കുഞ്ഞ് നമ്മുടെ കൂടെ വരും. അതല്ലാതെ വാങ്ങിത്തരില്ല, അവിടെ കിടന്ന് നീ കരയും, നീ അവിടെ കിടന്ന് ചാവട്ടെ എന്ന് പറയുമ്പോ ആഹാ, അന്ന് പിന്നെ നാട്ടുകാർ മൊത്തം കാണുന്ന പോലെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു രീതിയുണ്ട് അല്ലേ? ഞാൻ അതുകൊണ്ട് എന്റെ 2 മക്കള്, മൂത്ത മോൾക്ക് 21 വയസ്സാ അപർണ, രണ്ടാമത്തെ മോള് അർച്ചന 11 വയസ്സ്. അവർ 2 പേര് ഞാൻ തല്ലില്ല, ചീത്ത പറയില്ല. അവരെ ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കുക. എന്താണ് ഒരു അമ്മ, എങ്ങനെയാണ് ഒരു അമ്മയാവണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ റിയൽ പാരന്റിങ് അക്കോർഡിംഗ് ടു നിഷ ടീച്ചർ എന്താണ്? റിയൽ പാരന്റിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടേ കുട്ടികളുടെ അടുത്ത് നമ്മൾ എന്താവണം അവരെന്ന്. അല്ലാതെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ അതുപോലെ ആവും. കണ്ടുപഠിക്കണം. അതല്ലാതെ ഞാൻ തോന്നിയ പോലെ ജീവിക്കുക എന്നിട്ട് എൻ്റെ കുട്ടി കറക്റ്റ് ആവണം എന്ന് പറയുന്നതല്ല. നമ്മൾ എങ്ങനെയാണോ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതുപോലെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നല്ലതാണെങ്കിൽ അവരതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യട്ടെ. അത് ചെയ്യണം, ഇത് ചെയ്യരുത് എന്ന് പറയരുത്. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. എന്നാലും നമ്മുടെ സമൂഹത്തിൽ തെറ്റും ശരിയും കാണിച്ചു കൊടുക്കുക. നാളിലെ നമ്മൾ തെറ്റും ശരിയും നമുക്ക് ചെറിയ കുട്ടികൾ, അതായത് 5 വയസ്സുള്ള കുട്ടിയെ രാജകുമാരിയെ പോലെയും 10 വയസ്സുകാരിയെ നമ്മൾ കുറച്ചുകൂടി മുതിർന്ന ആളായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. 15 വയസ്സുകാരിയെ നമ്മൾ നമ്മുടെ ഫ്രണ്ടായിട്ട് വേണം കാണാൻ. ഓരോ ഏജ് ഗ്രൂപ്പിലുള്ളവരെ ഓരോ രീതിയിൽ വേണം കാണാൻ. അതല്ലാതെ 5 വയസ്സുകാരെ കാണുന്ന അതേ രീതിയിൽ 15 വയസ്സുകാരെയും നമ്മൾ തല്ലാൻ പോയി കഴിഞ്ഞാൽ ആ കുട്ടി ഒളിച്ചോടി പോകും. നല്ല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക, നിർബന്ധിക്കാതിരിക്കുക. എൻ്റെ മക്കളോടൊന്നും ഞാൻ ഒന്നും ചെയ്യരുതെന്ന് പറയാറില്ല. ഇപ്പം എൻ്റെ ചെറിയ മോള്, അവൾ പഠിക്കാൻ കുറിച്ച് പിന്നാക്കുക. മൂത്ത മോളിരുന്ന് പഠിച്ചോളൂ, അവൾ CA പഠിക്കുന്നത്. ചെറിയ ആൾ പഠിക്കില്ല, മാർക്ക് കുറഞ്ഞിട്ട് ഇങ്ങനെ
തോറ്റു എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ഓക്കെ എന്ന് നമുക്ക് ബർഗർ കഴിക്കാം എന്ന് പറയും ഞാൻ. അടുത്ത പ്രാവശ്യം നാണായിട്ട് സ്വന്തമായിട്ട് ലജ്ജ തോന്നിയിട്ട് അവള് പഠിച്ച് മാർക്ക് വാങ്ങണം. ഇതല്ല അതിന്റെ ഒരു ശരി എന്നുള്ളത് അവര് മനസ്സിലാക്കണം. എന്റെ ഒരു രീതി അതാണ്. എല്ലാവർക്കും ഓക്കെ ആണ്. ടീച്ചറിനോട് ഒരു കാര്യം ചോദിച്ചോ, ബീങ് എ ടീച്ചർ, ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ കുട്ടി ഇപ്പൊ ബർഗർ കഴിച്ചു ഐ എം ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഞ്ഞ് യൂട്ടിലൈസ് ചെയ്യണം. ടീച്ചർ പറഞ്ഞു ഞാൻ അവിടെ ഒരു റോൾ മോഡലായിട്ട് മുന്നിൽ നിൽക്കുന്നില്ല, അത് അഡാപ്റ്റ് ചെയ്താൽ മാത്രമേ അത് രക്ഷയാവുള്ളൂ. അഡാപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്റെ അമ്മയുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ്, സോ വൈ ഷുഡ് ഐ ബി സീരിയസ് ഇൻ മൈ ലൈഫ്. അപ്പോ ആ സീരിയസ് ഇൻ മൈ ലൈഫ് എന്ന് ആ കുട്ടി സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫ്യൂച്ചർ പോയി. ആസ് എ പാരന്റ് നമ്മൾക്ക് റിഗ്രറ്റ് ഉണ്ടാവില്ലേ? അതാ ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ ഒരു റിഗ്രറ്റ് എനിക്കില്ലെന്ന്. പക്ഷെ ടീച്ചറിന് നമ്മുടെ മക്കളോട് ടീച്ചറിന് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ കുട്ടികളാണ്. എന്റെ ചേച്ചി, ഞാൻ അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പഠിക്കാനുള്ള എല്ലാ സാഹചര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ തല്ലിയതുകൊണ്ടാ കൊച്ചു പഠിക്കില്ലല്ലോ. അപ്പൊ പിന്നെ ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്നുള്ള ഒരു രീതിയാണ്. എന്റെ ഒരു രീതി അങ്ങനെയാണ്. പക്ഷെ അത് വർക്കൗട്ട് ആവാറുണ്ട്. എന്റെ ചെറുതിന്റെ അടുത്ത് അത് വർക്കൗട്ട് ആവുന്നുണ്ട്. പിന്നത്തെ മാസം മറ്റേ ടേം എക്സാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഐ ആം ബെറ്റർ. അപ്പൊ ഞാൻ പറയും നല്ല കുട്ടി. അപ്പൊ അവൾക്ക് സ്വയം അറിയാം. കാരണം എന്താ വെച്ചാൽ അവളുടെ ചേച്ചി നല്ലോണം പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവളാണ് അതിൽ മോശം എന്നുള്ളത്. പക്ഷെ ഒരിക്കലും ഒരു രണ്ടുപേരെയും നമ്മൾ ഇരുത്തി കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ അടിക്കൊക്കെ ഭയങ്കര മോശമാണ്. അടിക്കുന്നത് മോശമാണ്. കമ്പാരിസൺ ഒട്ടും നല്ലതല്ല. കാര്യം നമ്മുടെ എല്ലാവരുടെയും ബുദ്ധി ഒരുപോലെ പലതും പല രീതിയിലാണ്. എല്ലാ കുട്ടികളും ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണമെന്ന് അത് ഒരിക്കലും ഞാൻ സമ്മതിച്ചു കൊടുക്കണം. നമ്മുടെ ക്ലാസ്സിൽ ഒട്ടും പഠിക്കാത്ത പിള്ളേരൊക്കെയാണ് പിന്നീട് വലിയൊരു സ്ഥാപനം നടത്തിയിട്ട് ഈ ഫസ്റ്റ് റാങ്ക് കിട്ടിയവൻ അവിടെ ജോലിക്കാരനായിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ അല്ലേ? അപ്പൊ ഒരു പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ പാഷൻ എന്താണോ അത് ഫോളോ ചെയ്യാന്നുള്ളതാണ് മെയിൻ. പൂർണ്ണമായി ഞാൻ സമ്മതിച്ചു. അവരുടെ ഇഷ്ടത്തിന് നമ്മൾ എന്നാലും അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. അതേപോലെ ടീച്ചറിന്റെ റീൽസിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ് പ്രണയത്തെ കുറിച്ച് പറയുന്നത് അല്ലെ? ആ പ്രണയം എന്നൊന്ന് ഒരു സിമ്പിൾ വേ അല്ലെങ്കിൽ എന്നെ ഗുഡ് വേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. വാട്ട്സ് യുവർ ആക്സെപ്റ്റ്? പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒട്ടും ഫേക്ക് ചെയ്യാതെ ആസ് ഇറ്റ് ഈസ് നമുക്ക് എന്തും പറയാൻ എന്തും ചെയ്യാൻ നമുക്ക് നമ്മളായിട്ട് ഒരു ബട്ടർഫ്ലൈ ആയിട്ട് ഇരിക്കാൻ പറ്റണം. അതായത് ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് നമ്മുടെ സങ്കടത്തിന് പിന്നിലെ പുഞ്ചിരി എന്താണെന്ന് അറിയാൻ പറ്റണം. നമ്മുടെ സന്തോഷത്തിന് പിന്നിലുള്ള സങ്കടം എന്താണെന്ന് അറിയാൻ പറ്റണം. നമ്മുടെ ദേഷ്യത്തിന് പിന്നിലുള്ള വികാരം എന്താണെന്ന് അറിയാൻ പറ്റണം. അതായത് നമ്മൾ പറയാതെ അറിയുക എന്ന് പറയുന്നത് ഒരു സംഭവം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചേച്ചി പാടി ആ ചിച്ചാച്ചിച്ചയിലുള്ളൊരു അനുവാദമില്ലെങ്കിലും ഞാൻ അനുവാദമില്ലെങ്കിലും ഞാൻ ആ മാറിൽ വനമാലയാകും അനുവാദമില്ലെങ്കിലും ഞാൻ ആ മാറിൽ വനമാലയാകും. അങ്ങനെ ഒരു പ്രണയമാണ് എനിക്കിഷ്ടം. കറക്റ്റ്. അപ്പുറത്ത് നിൽക്കുന്ന ആള് ചിലപ്പോൾ നമ്മളെ തിരിച്ച് സ്നേഹിക്കണമെന്നില്ല. നമ്മുടെ റിയൽ സ്നേഹം ജെനുവിൻ ആണെങ്കിൽ അപ്പുറത്തെ ആളുടെ അനുവാദം പോലും വേണ്ട നമുക്ക് സ്നേഹിക്കാൻ. സത്യം അല്ലേ? അതാണ് ഒരു ട്രൂ ലവ്. കാരണം തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അതേ വേവ് ലെങ്തില് നമ്മളെ ചിലപ്പോൾ സ്നേഹിക്കാൻ പറ്റിയെന്ന് പോലും വരില്ല. പക്ഷെ എപ്പോഴും പറയുമ്പോ ഇങ്ങനെ പൊട്ടിത്തെറിക്കണം. ശരി, എനിക്ക് ഭയങ്കര. പക്ഷെ നമ്മൾ റിയൽ ലൈഫിൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രണയം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് കിട്ടാറില്ല ചേച്ചി. സത്യം. അത് കംപ്ലീറ്റ് അല്ല. അത് എക്സ്പെക്ടേഷൻ ലെവൽ ഭയങ്കര ഹൈ ആണ്. അതെ, ഞാൻ എന്നെ തന്നെ പറയുന്ന ഞാനൊരു ഗുലാബ് ജാമുനാന്നാ ഞാൻ പറയാം. പ്രേമം കൊണ്ടുണ്ടാക്കി ഗുലാബ് ജാമുൻ, ഉള്ളിലും മധുരം പുറത്ത് മധുരം, വെള്ളത്തിൽ മധുരത്തിൽ കിടക്കണം. അതുപോലെ മൊത്തം പ്രണയം കൊണ്ട് ഉണ്ടാക്കിയ ഒരാളാണ് ഞാൻ എന്നാണ്. പക്ഷെ ഇതൊക്കെ പ്രണയം ഓക്കെ അല്ല, ടീച്ചർ ശരിക്കും ഒരു മോട്ടിവേറ്റർ ആയത് എന്ത് ഇൻസിഡന്റ് വന്നപ്പോഴാണ്? അതാ ഞാൻ പറഞ്ഞു, എനിക്ക് സത്യത്തിലെ ഒരു പബ്ലിക്കിലേക്ക് എത്തണം. ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ഒരു 10 വർഷം മുമ്പ്. എക്സാക്ട്ലി ഒരു 10 വർഷം മുമ്പ്. ഇപ്പോൾ ഹസ്ബൻഡ് സാബു, അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ്, ഞാനും ഒരു നല്ല വ്യക്തിയാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ ചേരുമ്പോൾ അത്ര നല്ലതല്ല. അല്ല, സീരിയസ്ലി. കാരണം എന്താ വെച്ചാൽ സാബുവിന് എന്നേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള വേറൊരു ഭാര്യയെ കിട്ടുമായിരുന്നു. അതായത് ആളുടെ ഒരു എക്സ്പെക്ടേഷൻ ലെവലേ വേറെയാണ്, എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ലെവലേ വേറെയാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ വെറും ഒരു ചായ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ബന്ധമല്ലേ ഉള്ളൂ. അപ്പൊ അത് ലൈഫിലേക്ക് എത്തിയപ്പോൾ അതങ്ങ് ആപ്റ്റ് ആയില്ല. ശരിക്കും പറയുന്ന അറേഞ്ച് മാരേജ് കഴിഞ്ഞിട്ട് അത് നിശ്ചയിക്കുമ്പോഴേ കുറെ നാൾ തമ്മിൽ മനസ്സിലാക്കാനുള്ള സമയം വേണം എന്നൊക്കെ അല്ലേ? ചേച്ചിയൊക്കെ പ്രണയത്തിന്റെ വക്താവല്ലേ? ഞങ്ങളൊക്കെ മൗണ്ട് എവറസ്റ്റില. ഭാഗ്യവതി, ഒന്നും പറയാനില്ല. ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗം നരകമൊക്കെ. നമുക്കൊരു ബെസ്റ്റ് പാർട്ട്ണർ കിട്ടിയ മാരേജിനോളം അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമേ ഇല്ല. അതുപോലെ തന്നെയാണ് തിരിച്ചും. ബെസ്റ്റ് അല്ലെങ്കിൽ അതിനോളം വലിയൊരു നരകവുമില്ല. കാരണം ഒരു വീടിനുള്ളിൽ തന്നെ കുട്ടും ബുദ്ധിമുട്ട്. അപ്പൊ ഒരു 10 വർഷം മുമ്പ് എക്സാക്ട് ഡിപ്രഷൻ ആയിരുന്നു ചേച്ചി. നമ്മളിങ്ങനെ ആളെത്തുമ്പോൾ വീടെത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. ശരിക്കും ടീച്ചറിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് ഒരു ഹെൽത്തി റിലേഷൻ എന്ന് പറയുന്നത്?
ഹെൽത്തി റിലേഷൻ എന്ന് പറഞ്ഞൊരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോലും അല്ല. നമുക്കൊരാളോട് അപ്പുറത്തെ ആളോട് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അവരുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഒന്നും അവരെ നമ്മൾ കുറ്റപ്പറയില്ല. മ്യൂച്വൽ റെസ്പെക്റ്റ്, പരസ്പരം ബഹുമാനം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അണ്ടർസ്റ്റാൻഡിങ്ങും സ്നേഹമൊക്കെ ഒപ്പം വന്നു പോകും. ആ മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ചതിക്കാൻ തോന്നും, കുറ്റം പറയാൻ തോന്നും. ഇൻലോസിനോട് നമ്മളില്ലാത്ത സമയത്ത് നമ്മളെക്കുറിച്ച് മോശം പറയാൻ തോന്നും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ മിക്കവാറും വീടുകൾ അത് തന്നെയല്ലേ ഉണ്ടാവുന്നത്. ഹസ്ബൻഡ് ഫാമിലിയും കൂടിയിട്ട് ഈ പെൺകുട്ടിയെ കുറിച്ച് കുറ്റം പറയുന്നു. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് വീടും കൂടൊക്കെ ഇട്ടെറിഞ്ഞിട്ടല്ലേ കൊച്ചു വരുന്നത്, ഒരു പുതിയ ലോകത്തേക്കാണ് അല്ലേ? അപ്പൊ അവരെ സംബന്ധിച്ച് ശരിക്കും ഒരു ചെടി പറിച്ചു നടന്ന പോലെയാ. കറക്റ്റ് ആണ് അല്ലേ? പെൺകുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായ കാര്യം, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്നും പിടിവിട്ടു, ഭർത്താവിന്റെ വീടുമില്ല, അനാഥരാവുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും. കറക്റ്റ് ആട്ടോ. നമ്മുടെ വന്ന് കയറുന്ന വീട് നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു പോകും. അല്ല, ഞാൻ പറയുന്നത് വീടും മൊത്തം സപ്പോർട്ട് ചെയ്യേണ്ട ചേച്ചി, പാർട്ട്ണർ. ഞാൻ പറയുന്നത് ആ വീട്ടുകാരെ മൊത്തം നമുക്ക് എന്തായാലും നന്നാക്കാൻ പറ്റില്ല. കാരണം അവര് വളർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടാവും, കാരണം അവരുടെ അപ്പനും അമ്മയും ഇവരെ വളർത്തിക്കൊണ്ടുവന്ന ഒരു ഇതുണ്ടാവും. പക്ഷെ ഹസ്ബൻഡ് എന്താ വിചാരിക്കേണ്ടത്, ഇവളെ എന്നെ വിശ്വസിച്ചാ എന്റെ കൂടെ വന്നേ. കറക്റ്റ്. അപ്പൊ ഇവളെ പോറ്റേണ്ട നമ്മളെ ഉള്ളൂ, അതാണ്. ഇവളെ എന്റെ കൂടെ ഉണ്ടാവണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ശരിക്കും എന്താന്ന് പറയുക ചേച്ചി, അവനവനെ ശരിക്കും സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, പാർട്ട്ണറോട് ലോയൽ ആയിരിക്കും, ജെനുവിൻ ആയിരിക്കും, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അതിന് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ചേച്ചി ഇപ്പോൾ ഒരുപാട് യാത്രയൊക്കെ പോകുന്നതല്ലേ, വലിയ വലിയ ഹോട്ടൽസിലൊക്കെ പോയി 5 സ്റ്റാറോ എത്ര സ്റ്റാറുള്ള ഹോട്ടലിൽ പോയി താമസിച്ചാലും ചേച്ചിയുടെ സ്വന്തം വീട്ടിൽ ചേച്ചിയുടെ കട്ടിലുമേ ചേച്ചിയുടെ തലയണയും ചേച്ചിയുടെ പൊതുപ്പും കെട്ടിപ്പിടിച്ച് അല്ലേ? അത് നമുക്ക് നമ്മുടെ വീട്ടില് നമ്മുടെ ആ ഒരു കട്ടില് ആ ഒരു തലയണയും ചിലപ്പോ ഒരു 2 ദിവസം കഴുകാത്ത ഒരു മുഷിഞ്ഞ പൊതുപ്പായിരിക്കും. അതിനൊരു സോഫ്റ്റ്നെസ് ഉണ്ട്, കഴുകുമ്പോഴാണ് അത് റഫ് ആവുന്നത്, അല്ലേ? സത്യമല്ലേ? അതിൽ കിടന്ന് ഉറങ്ങുന്ന സുഖം ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കിടന്നുറങ്ങിയാൽ കിട്ടും. സത്യല്ലേ? അപ്പൊ നമ്മൾ ശരിക്കും ജെനുവിനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെ മുഴുവൻ നമ്മൾ ചുറ്റും നിർത്തും. അങ്ങനെയെങ്കിൽ അവർക്ക് ആ പാർട്ട്ണറിനെ ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ നിർത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. അപ്പൊ ടീച്ചറിന്റെ കാഴ്ചപ്പാടില് സെൽഫിഷ്നെസ്സും സെൽഫ് ലവും തമ്മിലുള്ള ഡിഫറൻസ്? സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം നടക്കാൻ വേണ്ടി ഞാൻ ഒരാളെ സ്നേഹിക്കുന്നതാ. ഇത് എന്റെ കാര്യം നടക്കാൻ വേണ്ടിയല്ല, ഞാൻ ഹാപ്പി ആയിരിക്കാൻ വേണ്ടി അവരെയും കൂടി നമ്മൾ ഹാപ്പി ആക്കുന്നതാ. നമ്മൾ ഒരാളെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാളെ ഹാപ്പി ആക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അതിലപ്പുറം നമ്മുടെ ലൈഫിൽ വലിയ സംഭവം ഇല്ല. ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത്, ഞാനൊരു നമ്മളിടം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതൊരു ഹാപ്പിനെസ് പ്രോഗ്രാമാണ്. അവിടേക്ക് വരുന്ന ആളുകളുണ്ടല്ലോ ചേച്ചി പറഞ്ഞാൽ വിശ്വസിക്കില്ല, 18 വയസ്സ് തൊട്ട് 81 വയസ്സ് വരെയുള്ള ആളുകൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആ വരുന്ന ആളുകൾ മുഴുവൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇപ്പോൾ 2.5 വർഷമായി ആ പ്രോഗ്രാം ഞാൻ നടത്തിക്കൊണ്ട് പോകുന്നു. അവിടെ ഞാൻ കൊടുക്കുന്നത് അവർക്ക് സ്നേഹം മാത്രമാണ്. ഒരു ക്ലാസ് റൂമിൽ ഇവരൊക്കെ കുട്ടികളിരിക്കുന്ന പോലെ ഇരിക്കും, ഞാൻ ടീച്ചറായിട്ടിരിക്കും. പിന്നെ 2 മാസം കൊണ്ട് നമ്മളൊരു ക്യാമ്പ് വയ്ക്കും. ആ ക്യാമ്പിൽ പോകുമ്പോൾ ഒരു മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. രാത്രി ഇങ്ങനെ ഇരുട്ട് റൂമിൽ മെഴുകി കത്തിച്ച് വെച്ച് ഞാൻ അവരെ മെഡിറ്റേഷൻ പഴയ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ അവരെ കൊണ്ട് റികളക്ട് ചെയ്ത് ഇടിപ്പിച്ച് അവരെ കരയാനായിട്ട് അവരെ ഞാൻ ഒരു സ്പേസ് കൊടുക്കും. കരയാൻ ആളുകൾക്ക് ഭയങ്കര നാണക്കേടല്ലേ, പ്രത്യേകിച്ച് പുരുഷന്മാർ കരയരുതെന്നൊക്കെയാണല്ലോ നാട്ടിലെ വെപ്പ്. പാവങ്ങൾ ശരിക്കും സ്ത്രീകളെക്കാളും പാവങ്ങൾ പുരുഷന്മാരാന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നല്ല ആൾക്കാരാ അവര്. സത്യം അല്ലേ? അത് കറക്റ്റ് ആണ്. അപ്പൊ ഫെമിനിസത്തെ കുറിച്ച് എന്ത് പറയും? ആ ഫെമിനിസം എന്ന് പറഞ്ഞ ടോപ്പിക്കിനോട് എനിക്ക് താല്പര്യമില്ല. എന്താണ് അല്ല ഫെമിനിസ്റ്റുകൾ എന്താ ആക്ച്വലി പറയുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്ത. അല്ലേ? എനിക്ക് എന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഫെമിനിസ്റ്റുകൾ എപ്പോഴും പുരുഷന്റെ സ്ത്രീയുടെയും സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ടീമല്ലേ ഫെമിനിസ്റ്റുകൾ? ഇതിൽ ഇക്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? എങ്ങനെ ഈക്വൽ ആവണം? പുരുഷന് സ്ത്രീ എങ്ങനെ ഈക്വൽ ആവുന്നത്? ഒരിക്കലാവില്ല. ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു കാലിബർ അല്ല ഒരു പുരുഷന്റെ കാലിബർ, രണ്ടും രണ്ടല്ലേ? അതല്ലേ മറ്റേ സ്ത്രീ പുരുഷനാവാനും ശ്രമിക്കാൻ പറ്റില്ല, ഒരു പുരുഷൻ സ്ത്രീ ആവാനും പറ്റില്ല. അർദ്ധനാരീശ്വര സങ്കല്പം പോലും വന്നിട്ടുള്ളത് അങ്ങനെയല്ല. രണ്ടുപേരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്താ അടിപൊളിയാണല്ലേ? അല്ലേ? മറ്റൊരാൾക്ക് ഇല്ലാത്ത അതിന്റെ വലിയൊരു മോഡലാണ് അല്ലേ ഭഗവാൻ. അമ്മയ്ക്ക് കൊടുക്കുന്ന ആ ഒരു കൺസേൺ, സ്നേഹം, റെസ്പെക്ട്, അമ്മ ഇല്ലാത്തൊരു ജീവിതം ഇല്ല എന്ന് ഭഗവാൻ തന്നെ കാണിച്ചു കൊടുക്കുന്നില്ലേ? അത് വലിയൊരു കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ എനിക്ക് ഇവിടെ എന്റെ ടോപ്പിക്ക് തീരുന്നില്ല. ചിക്കൻ റോസ്റ്റ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും കഴിച്ചോണ്ട് വർത്താനം പറയാം. എന്നോട് പറഞ്ഞൊരു ഫേവറേറ്റ് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ. അല്ലേ? സ്നേഹമാണോ വിളമ്പാൻ പോകുന്നത്? ആണ്. ഇതിനകത്ത് നിറച്ച് സ്നേഹമുണ്ട്. ഭംഗിയുള്ള ഒരു കൊച്ച് ഇങ്ങനെ വന്ന് ഞാൻ ഞാൻ സത്യമായിട്ട് എന്താ വിചാരിച്ചെന്ന് അറിയാം,
ഇതിവിടെ ഇങ്ങനെ ഷോക്ക് കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഇവിടെ നുറുക്കാനും പിടിക്കാനൊക്കെ വേറെ കുറെ ആളുകൾ ഉണ്ടാവും. എന്നിട്ട് ചേച്ചി വെറുതെ ഷോക്ക് വേണ്ടി ഇങ്ങനെ ഇളക്കുന്നു, ഇളക്കല്ലേ അങ്ങനെ സോറി സത്യമാണല്ലേ. ഇനി നേരെ ചൊവ്വേ കൈയൊക്കെ തേച്ച് കഴിയാൽ ഇതൊക്കെ പോത്തുള്ളൂ. ഒരു വീട്ടമ്മയുടെ തനി. പക്ഷെ എന്നാലും ഡ്രസ്സിലൊന്നും ഒന്നും ആവാ. നല്ല എലഗന്റ് ഡ്രസ്സ്, നീറ്റ്. കുറച്ച് കോംപ്ലിമെന്റ്സ് പറയട്ടെ? വേണ്ട, നമുക്കിപ്പോ രണ്ടു കാര്യങ്ങളും കൂടെ. എനിക്ക് സമയമില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ അറിയാനുണ്ട്. ഇപ്പൊ എവിടെയാ ജോലി ചെയ്യുന്നത്? പണിപോയ ടീച്ചർ എന്നതാണ്. പണിയൊന്നുമില്ല. അതിന് കാരണം നമ്മുടെ ലാലേട്ടനാ. ഇത്രയും നല്ലൊരു മനുഷ്യരുടെ പേരിൽ കൊണ്ട് ഇങ്ങനെ ഒരു വഴി. അതല്ലടാ, എനിക്ക് ഭയങ്കര ലാലേട്ടൻ സ്നേഹമാണ്. ഫാൻ എന്നൊക്കെ പറഞ്ഞ് കുറഞ്ഞു പോകും. അങ്ങനെ കുട്ടിക്കാലം മുതലേ ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചേഴ്സ് ഒക്കെ ചോദിക്കില്ല എന്താവാൻ ആഗ്രഹം എന്ന്. അപ്പൊ എല്ലാവരും പറയില്ലേ ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചർ എന്നൊക്കെ. ഞാൻ ലാലേട്ടന്റെ ഭാര്യ ആവാൻ ആഗ്രഹം എന്നാ പറയാറ്. ചേച്ചി അതായത് ഞാൻ പറഞ്ഞതേ, നമ്മുടെ മനസ്സിൽ കുട്ടിക്കാലം മുതലേ ഒരു ഭർത്താവിന്റെ സങ്കല്പം അത് അല്ലെ, നമ്മളെയൊക്കെ പ്രേമിക്കാൻ പഠിപ്പിച്ചത് ലാലേട്ടനല്ലേ? അല്ലേ? ലാലേട്ടൻ ആ ഒരു ഇതുണ്ട് അല്ലെ? എങ്ങനെയാ നമുക്ക് ഒരാളെ പ്രേമിക്കണ്ടേ? ആ ലാലേട്ടന്റെ ഒരു കള്ളച്ചിരിയും ആ ചെരിഞ്ഞുള്ള ഒരു കുറുമ്പ് അല്ലേ? ആ ഒരു എന്താ പറയാ ബബ്ലിനെസ്. സത്യം, ഒരു നോട്ടിനെസ് ഉള്ള ലാലേട്ടന് ഭയങ്കരമായിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അത് തന്നെയാണ് ഇപ്പൊ ആണ് പെണ്ണെന്നില്ല. ലാലേട്ടനോടുള്ളൊരു ഇഷ്ടം ഈവൻ ഇപ്പത്തെ കുഞ്ഞു പിള്ളേർക്ക് പോലും ഉണ്ട്. എല്ലാരും ലാലേട്ടൻ എന്താണ് വിളിക്കുന്നത്? ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന LKG കുട്ടി പോലും എന്താ വിളിക്കുക? ഭയങ്കര ഓറയാണ് അദ്ദേഹം. അടുത്ത് നമ്മൾ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. വലിയൊരു ആഗ്രഹം, ഇങ്ങനെ ലാലേട്ടന്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കണം എന്നാണ് ആഗ്രഹം. ആനി ചേച്ചി അതിനൊരു കാരണമാവട്ടെ. നമ്മുടെ ആനീസ് കിച്ചനും ആനി ചേച്ചി. തമ്പുരാനെ, തമ്പുരാന്റെ അനുഗ്രഹം അറിയാമല്ല. ഞങ്ങളുടെ ക്രിസ്ത്യൻ ഇതില് പറയുന്ന പോലെ മാതാവിലൂടെ കർത്താവിലേക്ക് എന്ന് പറയുന്ന പോലെ ആനി ചേച്ചിയിലൂടെ ലാലേട്ടനിലേക്ക്. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അത് ഞങ്ങളൊരു നിമിത്തമായി. പണി പോയാലും പെരട്ടി സന്തോഷമില്ല. സത്യമാണ്. ഇപ്പൊ ഞാൻ എന്റെ പാഷന് പുറകെയാണ്. എന്റെ സംസാരമാണ് എന്റെ പാഷൻ. ചേച്ചിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പോലെയാണ് എനിക്ക് സംസാരം. ആണല്ലേ? കുറച്ച് 5 മിനിറ്റ് നിർത്തുവോ? മുന്നില് വെച്ചിട്ട് പ്രേക്ഷകരെ എനിക്കിത് തിന്നാൻ വേണോ? ആക്ച്വലി ടീച്ചറുമായിട്ട് നല്ലൊരു വൈബ് എനിക്കുണ്ട്. അല്ലാതെ ഞാൻ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യുന്നല്ല ടീച്ചറിന്റെ അടുത്ത്. അതെങ്ങനെ പിടിക്കുന്നു? ഇങ്ങനെയല്ലേ? അങ്ങനെയല്ല. ആക്ച്വലി ഇതാണ് ആ വൈബാണ്. ഈ തല്ലുണ്ടാക്കുമ്പോ ഒരു സന്തോഷം, വർത്താനം പറയുമ്പോ ഒരു സന്തോഷമുണ്ട്. പക്ഷെ ടീച്ചറിനെ പോലെ നമ്മുടെ അമൃത TVയുടെ ഡിജിറ്റൽ മീഡിയയുടെ അവാർഡ് വിന്നർ കൂടെ ഒരാളും കൂടെ, ഒരു ഫുഡ് ബ്ലോഗർ എന്നെ കാണാൻ എൻ്റെ ആനീസ് കിച്ചണിൽ വന്നിട്ടുണ്ട്. പേര് ആതിര അഖിലാണ്. എനിക്ക് ഏറ്റവും സന്തോഷം എന്താ അറിയോ? ടീച്ചർ കൈയും വീശി വന്നു, പക്ഷെ ആതിര എനിക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശരി. ഇപ്പൊ ടീച്ചറിന് ഇതേ കൊടുക്കുള്ളൂ. ആതിര കൊണ്ടുവരുന്നത് ഞാൻ കഴിക്കും. ഞാനും കൊടുക്കും. ഞാൻ എന്തായാലും ആതിര ഒന്ന് വിളിക്കട്ടെ. ഓക്കെ, ആതിര ബാ, ഇരുന്ന് വർത്താനം പറയാം. വരൂ, ഇരിക്കും. ആതിര, വെൽക്കം ടു ആനീസ് കിച്ചൺ. ഒരുപാട് സന്തോഷം. എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ അല്ല, കുട്ടി എന്താ കൊണ്ടുവന്നിട്ടുണ്ട്? അത് കൊണ്ടുവന്നിട്ടുണ്ട്. നിൽക്കൂ, ഞാൻ കുറച്ച് ചൂടുവെള്ളം കുടിക്കാം. ആതിര, ആദ്യം ഒരു വെള്ളം കുടിക്കുമ്പോഴേ മിണ്ടാൻ പറ്റും. ഫസ്റ്റ് ഞാൻ എന്റെയും എന്റെ പ്രേക്ഷകരുടെയും ഒരു ഹാർട്ടി കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. ഒരു എന്താ പറയാ, നമ്മുടെ ഒരു പ്രയത്നത്തിന് ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം അല്ലേ? ആ ഒരു സന്തോഷം എന്റെ അടുക്കളയിൽ വന്നിട്ട് എന്നോടൊപ്പം വായാടി ടീച്ചറിന്റെ കൂടെയും ഇരുന്ന് സന്തോഷിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. എനിക്ക് ഇതൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വേദിയിൽ ഞാൻ മാമിന്റെ കൂടെ വന്നെങ്കിൽ. എനിക്ക് അതാ ഇഷ്ടം. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ക്ലോസ് ആവും. അതെ, മോക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഇഷ്ടം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അതെ, തീർച്ചയായിട്ടും. എല്ലാ പ്രാവശ്യവും ആനി ചേച്ചിയാണ് എല്ലാവർക്കും ഫുഡ്, നല്ല അടിപൊളി ഫുഡ് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണത്. അപ്പൊ ഇത്തവണ ആനി ചേച്ചിക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നേ അത് എനിക്കും തിന്നാൻ ഭാഗ്യമുണ്ട്. ഡെഫിനറ്റ്ലി ആലോചിക്കാം. കപ്പയും മീനുമാണ്. കേരക്കറിയും നല്ല കപ്പ കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് വരട്ടിയെടുത്തത്. ഞാനൊരു പ്ലേറ്റ് എടുക്കാൻ പോവാ. വരെ തോട്ടില്ല. ഇത് മൂക്കുള്ള പ്ലേറ്റ്. ഞാൻ ഉണ്ടാക്കിയത് കഴിക്കണ്ടേ?
നമ്മൾ തൃശ്ശൂർ ഇതിനെ കൊള്ളി എന്ന് പറയാം. ആണല്ലേ? ഞാൻ എന്റെ ഭക്ഷണം ഒന്ന് വിളമ്പട്ടെ, അല്ലെങ്കിൽ ഇതിൽ നമ്മളത് വിളമ്പി കൊടുത്തോ. ഞാൻ ആദ്യം എന്റേത് വിളമ്പട്ടെ. ഇത് അതല്ലേ മര്യാദ, ആദിത്യ മര്യാദ ഉണ്ട് എനിക്ക്. എല്ല് നാക്കിനോ ഇല്ല, നാക്കിനോ ഇല്ല. ആൾക്കാർക്ക് വിളമ്പോ ഭയങ്കര ഡയലോഗ് പറയാറുണ്ടല്ലോ, ഇതാ ഞാൻ എന്റെ കൊച്ചിന് സ്നേഹത്തോടെ വിളമ്പോ, അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല, നാക്കിനോ എല്ലില്ല. ഇനി കറിക്കെങ്കിലും തരാന്ന്. എനിക്ക് തരുമോ മീൻകറി? മഞ്ഞ കപ്പ പ്രതീക്ഷിച്ചു. അടിപൊളി സംഭവമാണല്ലോ. നല്ല മൊത്തമായിട്ട് ഇതിന് ഇളക്കണ്ട. ഞാൻ ഇളക്കൂലല്ലോ, അത്ര മര്യാദ. അതല്ല, ഇതില് മൊത്തം കഴിക്കണ്ടെന്ന് കാണുമ്പോ ഭയങ്കര ഭംഗി. വർത്താനം പറയണമെന്നുണ്ടോ? ഇല്ല, പറഞ്ഞോളൂ. എനിക്ക് എന്തായാലും പറയാൻ തോന്നുന്നില്ല. കൈയിട്ട് ഇളക്കാൻ പാടോ അതില്? ഞാൻ ഇത് കഴിച്ചാൽ മതിയെന്നല്ലേ അവനവന് കഴിച്ചാൽ മതിയെന്ന്. പക്ഷെ എല്ലാരും കഴിക്കണമല്ലോ അല്ലെ? ശരിക്കും കേട്ടോ. ഞാൻ ഇനി ചേച്ചി ഉണ്ടാക്കിയത് കഴിച്ചിട്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയോട്ടോ. സത്യസന്ധമായിട്ട് പറഞ്ഞാ മതി. നല്ല കറി കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ കപ്പയ്ക്ക് ആദ്യം വിചാരിച്ചു നമ്മള് മഞ്ഞ കപ്പയില്ലേ അതുമാതിരിയാ ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ അല്ല കേട്ടോ, ഇത് വേറൊരു നോക്കിയാ എന്റെ പ്രേക്ഷകര് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കടുവറുത്തെടുത്ത സാധനം അല്ലേ? ഭയങ്കര ടേസ്റ്റ്. വാഴയിലയുടെ ഒക്കെ ഒരു നാടൻ ടേസ്റ്റ് അല്ലേ? കുറച്ചു നേരം മിണ്ടാതിരിക്കുന്നുണ്ട്, കൊടുത്തു പോകാൻ കുറച്ച്. ഹലോ, അല്ല വേണ്ട. എന്തായി? തൃശ്ശൂർ ഭാഷയില് അടിപൊളി പൊളി. മിണ്ടാതിരിക്കാൻ പറഞ്ഞല്ലേ. സാധാരണ ചിക്കനോട് എനിക്ക് വലിയ പ്രേമമില്ല. ചിക്കന് സാധാരണ ഇങ്ങനെ വേവാതെ അല്ലേ, ഇതിങ്ങനെ ബട്ടർ പോലെ വെന്തിട്ടുണ്ട് ഇങ്ങനെ. നല്ല രസമുണ്ട്. അപ്പം ഇവിടെ ചേച്ചിയെ പോലെ അത് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരപ്പൊ സത്യല്ലേ പറയുന്നത്? എനിവേ താങ്ക് യു ആതിര. ഇനി ഇതുവഴിയൊക്കെ പോവാണെങ്കിൽ ചേച്ചിയെ കാണാൻ മറക്കരുത്. ഇതേപോലെ ചേച്ചിയെ വിളിച്ച് ഓടി വന്നാലും സന്തോഷമേ ഉള്ളൂ. എനിക്ക് മനസ്സ് നിറഞ്ഞ സ്നേഹവും ഞാൻ ഇവിടെ എന്ത് കരുതിയിട്ടുണ്ടോ അതിലൊരു പങ്ക് കഴിച്ച് സന്തോഷത്തോടെ പിരിയാം. അതാണ് എപ്പോഴും സന്തോഷം. ഓക്കെ, ടീച്ചറും എപ്പോഴെങ്കിലും ഇതുവഴി പോവാണെങ്കിൽ ഞാൻ വരാം. തീർച്ചയായും സന്തോഷമുള്ളൂ. എൻ്റെ ഒരു വേറൊരു രൂപമല്ലേ, അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ സന്തോഷം എൻ്റെ എല്ലാ പ്രേക്ഷകരുടെ വീട്ടിലും എത്തട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ. Annie's Kitchen. Let's cook with love.